ലെബനീസ് ബ്രെഡാണ് സോറി ടർക്കിഷ് ബ്രെഡാണ്. കനം തീരെ അനുഭവപ്പെടത്തില്ല കഴിക്കുമ്പോൾ. നല്ല കപ്പയും ചക്കയും ഒക്കെ ആയിട്ട് കുഴച്ച് ഒട്ടും കനം കുറവല്ല, നല്ല കനത്തിലാണ് മലയാളി കഴിക്കുന്നത്. കഴിക്കുമ്പോൾ വളരെ മൃദുവായിട്ട് അനുഭവപ്പെടും. ഈ സാമ്പാർ ഒന്നാം തരം ഒരു ഡിഷാണ്. ബഹ്റൈനി ലുക്കുകളിലെല്ലാം ഇഷ്ടംപോലെ ഉദുപ്പി റെസ്റ്റോറൻറ് ഉണ്ട്. എല്ലാ മൂലയിലും നിങ്ങൾ കാണും. അതേപോലെ പൊറോട്ട കടയും കാണും. അതിന്റെ അപ്പുറത്ത് കുബൂസ് കടയും കാണും. കുതിർത്ത് അരച്ച് അതിന്റെ എള്ളിന്റെ തൊലി കളഞ്ഞ എള്ളില്ലേ, അതും അരച്ച് ചേർത്തുണ്ടാക്കുന്നതാണ് ഈ സാധനം. ഈ പലഹാരം ഉച്ചയ്ക്കൂടെ കഴിക്കാൻ കൊണ്ടുവരുന്ന കൊതി വരുമായിരുന്നു. അൽ അബ്രാജിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ളത്. അൽ അബ്രാജ് ബഹ്റൈനിൽ ഏറ്റവും നല്ല ടർക്കിഷ് ഫുഡ് കിട്ടുന്ന ചില റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ്. അൽ അബ്രാജിനെ അതിൻ്റെ രുചി കൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ ബഹ്റൈനിൽ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് അൽ അബ്രാജിൽ എപ്പോഴും നമ്മളിപ്പോൾ ഈ കാണുന്ന കണക്കുള്ള തിരക്കാണ് ഇവിടെ വരുമ്പോഴൊക്കെ. ലെബനീസ് ബ്രെഡാണ് സോറി ടർക്കിഷ് ബ്രെഡാണ്. ടർക്കിഷ് നല്ല രുചിയുള്ള ഈ കനം കൊണ്ട് നമ്മൾ വിചാരിക്കത്തില്ലേ കനമുള്ളതെന്ന്. കനം തീരെ അനുഭവപ്പെടത്തില്ല കഴിക്കുമ്പോൾ വളരെ മൃദുവായിട്ട് അനുഭവപ്പെടും. സാർ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനെ കുറിച്ചും പറയണം കേട്ടോ. അത് പറയാം. ഈ മലയാളി ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെയുള്ള ഈ കനം കുറഞ്ഞ ഭക്ഷണശീലങ്ങളിലേക്ക് വിദേശത്ത് കുടിയേറിയത് കൊണ്ട് മാത്രമല്ലേ പറയാൻ പറ്റുക? അല്ല, മലയാളി അങ്ങനെ കനം കുറഞ്ഞ് നല്ല കപ്പയും ചക്കയും ഒക്കെ ആയിട്ട് കുഴച്ച് ഒട്ടും കനം കുറവല്ല, നല്ല കനത്തിലാണ് മലയാളി കഴിക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെയുള്ള കനം കുറവിലേക്ക് വന്നത് മലയാളിയുടെ ഭക്ഷണശീലത്തിൽ എന്തുകൊണ്ട് വന്നില്ല? അല്ല, ആദ്യം എന്ത് കനക്കുറവാണ് ഫീൽ ചെയ്തതെന്ന് പറയൂ, എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ആളെ കനം കുറവല്ല, ഇഡ്ഡലി, ദോശ, പുട്ട്, ദോശ, ഇങ്ങനെ ഒരു ആ സാധനങ്ങളെല്ലാം കനമുള്ളത്. ബ്രെഡ് കനം കുറഞ്ഞതുമാണ്. മലയാളി ഇപ്പോഴും ബ്രെഡ് അല്ല അധികം കഴിക്കുന്നത്. ഇഡ്ഡലി, ദോശ, പുട്ട് നല്ല കനമുള്ള സാധനമല്ലേ, അതന്നെ കഴിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ പുട്ട്, കടല, ഇഡ്ഡലി ഒക്കെ ഒരു വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ സമ്പ്രദായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? അല്ലെന്ന് പറയും, ഇത്രയേ ഉള്ളൂ. ഒട്ടുമല്ല, ഉറപ്പാണോ? അപ്പോൾ ഇത് കൊണ്ടുകൂടി തന്നെ അതും തുടരുമെന്നാണോ? അത് കൊണ്ടുപോയി ഇന്ത്യൻസ് ഉള്ള രാജ്യത്തെല്ലാം ശരവണ ഭവന്റെ ബ്രാഞ്ച് തുടങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. ശരവണ ഭവനിൽ കൂട്ടുണ്ടോ? തമിഴ്നാട്ടിലെ ചെയ്യുന്ന അത് സംഗീത പോലെ. ഏറ്റവും കോമഡി എന്താണെന്ന് ഇഡ്ഡലി തമിഴല്ല, ഇഡ്ഡലി സൗത്ത് ഇന്ത്യ അല്ല, സൗരാഷ്ട്രയാണ്. സാമ്പാറ് മറാഠ കൊട്ടാരത്തിൽ ശിവാജിയുടെ മകൻ തമിഴ്നാട്ടിലെ രാജവംശത്തിലേക്ക് വന്ന സമയത്ത് അവരുണ്ടാക്കിയൊരു ഡിഷ് അത് മാറിപ്പോയി. ആ ഡിഷിന് സാമ്പാരി എന്ന പേരിൽ സാമ്പാറൊന്നും കിട്ടിയതാണെന്നാണ്. സാമ്പാർ മറാഠിയൻസാണ് കണ്ടുപിടിച്ചത്. ഈ സാമ്പാർ ഒന്നാം തരം ഒരു ഡിഷാണ്. ഇവിടെ ഉണ്ട് സംഗീത. ബഹ്റൈനി ലുക്കുകളിലെല്ലാം ഇഷ്ടംപോലെ ഉദുപ്പി റെസ്റ്റോറൻറ് ഉണ്ട്. എല്ലാ മൂലയിലും നിങ്ങൾ കാണും. അതേപോലെ പൊറോട്ട കടയും കാണും. അതിന്റെ അപ്പുറത്ത് കുബൂസ് കടയും കാണും. ഇത് ഇത്രയുണ്ട്. നമ്മൾ പോകുന്ന അടുത്ത് നമ്മൾ ഒപ്പ് വെച്ചിട്ടേ പോകും. അല്ല, വേറൊരു കാര്യം, ഒരു മലയാളിയുടെ ഒരു വലിയൊരു സംസ്കാരമാണ് ഇന്ന് പൊറോട്ട എന്ന് പറയുന്നത്. ഈ പൊറോട്ടയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സത്യത്തിന് പൊറോട്ടയുടെ കൂടെ ബീഫും കൂടെ ചേർന്നാലേ മലയാളിക്ക് പൂർണ്ണമാവുള്ളൂ. പക്ഷേ ആണോ? അങ്ങനെയുണ്ടോ? അതല്ലേ അതിന്റെ ഒരു കോമ്പിനേഷൻ. അതിനപ്പുറം ഒരു വീറ്റ് പൊറോട്ട ഉദയം ചെയ്തിട്ടുള്ള വീറ്റ് പൊറോട്ടയെ കുറിച്ച് അതിൻ്റെ കൂടെ ബീഫും കൂടി വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇതിന്റെ പേര് ഹമൂസ് എന്നാണ് ഇതിന്റെ പേര്. ഹമൂസ് കടലയിൽ വെള്ളത്തിൽ കുതിർത്ത് അരച്ച് അതിന്റെ എള്ളിന്റെ തൊലി കളഞ്ഞ എള്ളില്ലേ, അതും അരച്ച് ചേർത്തുണ്ടാക്കുന്നതാണ് ഈ സാധനം. പ്യൂർ അങ്ങനത്തെ എന്തൊരു ടേസ്റ്റുള്ള. അതായത് ഈ അൽ അബ്രാജ് പോലെയുള്ള നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ, ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ ബ്രാഹ്മിൻ അല്ലെങ്കിൽ വെജിറ്റേറിയനായ ആളുകൾ ഇത് ഹമൂസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരും. കാരണം അത്രയും
പ്യുവർ വെജിറ്റേറിയൻ ഡിഷ്. നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുള്ള് വെജാണ്. ഇപ്പൊ ഇതെല്ലാം വെജാ. ഇതില്ല നമ്മുടെ ബ്രിഞ്ചോൾ, വലിയ ബ്രിഞ്ചോളില്ലേ, അതിന് ചുട്ടെടുത്ത് അതിൻ്റെ തൊലി അങ്ങ് മാറ്റിയിട്ട് ഉടച്ചെടുത്ത് ചെയ്യുന്നവർക്കറിയാം. മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ, മലയാളി അവരുടെ തനത് ഭക്ഷ്യ സംസ്കാരത്തിൽ നിന്ന് പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പൊറോട്ട ആദ്യമുണ്ട്, ഇപ്പോൾ വീറ്റ് പൊറോട്ട, ബീഫ്, ഇഡ്ഡലി അവർക്ക് കാലാഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുട്ട് കാലാഹരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? അങ്കിൾ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ 5 ഇയേഴ്സിൽ നൊസ്റ്റാൾജിയ വിറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. കേരളത്തിലും മലയാളികളുള്ളിടത്തും ചട്ടിച്ചോറ്, പൊതിച്ചോറ്. എത്ര കാലം മുന്നേ ആയിരുന്നു അവസാനം പൊതിച്ചോറ് കണ്ടത്? കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടുത്തെ അത് വരുന്നുണ്ട്, എനിക്കറിയാം. എല്ലാം ഇപ്പം ഏതൊരു ഫുഡ് ബ്ലോഗറെ കേരളത്തിൽ നോക്കിയാലും പഴങ്കഞ്ഞി കട, പുട്ടിന്റെ കട, ഇതിന്റെ പെരട്ടിന്റെ മാത്രം കട, അങ്ങനെയാണ്. ഒന്നും എങ്ങും പോയിട്ടില്ല. എല്ലാം അത്രയും സ്ട്രോങ് പോയെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആണോ? കഞ്ഞിയുണ്ട്, കഞ്ഞിയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പഴങ്കഞ്ഞിക്ക് ഭയങ്കര പ്രൊമോഷൻ നടക്കുന്നു. പഴകഞ്ഞി വരികയല്ലേ നാട്ടില്. അങ്ങനെയാണെങ്കിൽ പുട്ടു, പാവം, ഇഡ്ഡലിയൊക്കെ നിങ്ങൾ എന്തിനാണ് തള്ളി പറയുന്നതാണ് ഒരു ചോദ്യം. പലരും ആര് തള്ളി പറഞ്ഞു? അത് അവരോട് ചോദിക്കണം. നമ്മളിപ്പോ ഒരു ഗ്ലോബലൈസ്ഡ് സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫുഡ് സംസ്കാരം നമ്മളിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അരുൺ, ഇതൊരു പുതിയ കാര്യമില്ല. എപ്പോഴും കലർപ്പുണ്ടാവുകയും കലർപ്പിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഭക്ഷണത്തിന് കലർപ്പുണ്ടാവുകയും അതിന് സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ എത്ര പിന്നിലേക്ക് ചിന്തിച്ച് നോക്കിയാലും ഓരോ കാലത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞിയും പുഴുക്കുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഇഡ്ഡലിയും ദോശയും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വരാൻ തുടങ്ങി. എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അവർ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി കൊണ്ടുവരുന്നത് ഇഡ്ഡലി ദോശ. ഞാൻ അത് കൊതിയോടെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കഞ്ഞിയാണ്, നമ്മൾ ചോറ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പലഹാരം ഉച്ചയ്ക്കൂടെ കഴിക്കാൻ കൊണ്ടുവരുന്ന കാണുമ്പോൾ ഒരു കൊതി വരുമായിരുന്നു. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ വീട്ടിലും രാവിലെ ഇഡ്ഡലി ദോശ. അതാ ഞാൻ പറഞ്ഞത്, സലിമേട്ടൻ പറഞ്ഞതാണ് ശരി. പറഞ്ഞാൽ ഭക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ ഫുഡ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ പഴയതൊന്നും പോകുന്നില്ല. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളി അവർ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും വേണ്ടാന്ന് വേണ്ട പെട്ടെന്ന് തള്ളിക്കളയുകയും ചെയ്യും.